വിസ്മയിപ്പിച്ച് ഞാൻ നിങ്ങളെ കൊല്ലും. ഏവരും ഇപ്പോൾ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നത് ആ വിസ്മയിപ്പിക്കുന്ന വി.ഡി. സതീശൻ്റെ ആ ലിസ്റ്റ് കാണാൻ വേണ്ടിയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ സകല സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും, വിസ്മയമാണ് കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ജനങ്ങൾ ചോദിച്ചു തുടങ്ങി, സതീശ എവിടെ നിങ്ങളുടെ വിസ്മയം എന്ന്. എന്ത് നാണം കെട്ട ഒരു അവസ്ഥയാണെന്ന് നോക്കുക. ഞായറാഴ്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ച് കഴിഞ്ഞ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇടതുപക്ഷം തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. അതുപോലെ NDAയും സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതുവരെ ഏതാണ്ട് 40-ലധികം സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിൽ റെഡിയാണ്, ബാക്കി 24 മണിക്കൂറിനകം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ സ്ഥാനാർത്ഥികളുടെ പേര് പോലും ഇവർക്ക് ഇതുവരെ പ്രഖ്യാപിക്കുവാൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് പറയുന്നത് ഇത് ഒത്തുകളിയാണ്, രണ്ടുപേരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് അവർ ലിസ്റ്റെല്ലാം തയ്യാറാക്കിയിട്ട് പ്രഖ്യാപിച്ചതാണ് എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. അത് അവരുടെ മിടുക്കാണ്. KC വേണുഗോപാലെ, നിങ്ങൾ ഇത്രയും വകുപ്പുകൾ അടിച്ചിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കുമെന്നറിഞ്ഞിട്ടും നിങ്ങൾ രാഹുൽ ഊരിയ നിക്കറുകളുടെ കണക്ക് എടുക്കാൻ പോയപ്പോൾ, അടുക്കളകളിൽ കയറി കപ്പവെന്തോ എന്ന് നോക്കാൻ പോയപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഒന്ന് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു, തയ്യാറാക്കണമായിരുന്നു. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഓർക്കുക, ഇതൊരു സ്പ്രിന്റ് റേസ് പോലാണ്. നമുക്കറിയാം, മാരത്തോൺ ഓട്ടക്കാർക്കും സ്പ്രിന്റ് ഓട്ടക്കാർക്കും തമ്മിൽ ഉള്ള ആ ഒരു ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്. മാരത്തോൺ ഓട്ടത്തിന് ഇറങ്ങുമ്പോൾ നമുക്കറിയാം കിലോമീറ്റർ ആ ഒരു ഫേസ് റണ്ണിൽ അങ്ങ് പോയാൽ മതി. എന്നാൽ സ്പ്രിന്റ് റൺ ചെയ്യുന്നവർ, 100 മീറ്റർ ഓട്ടക്കാർ, ആ സ്റ്റാർട്ട്, ആ ആദ്യത്തെ കുതിപ്പാണ് ഏറ്റവും പ്രധാനം. ഈ വരാൻ പോകുന്ന നിയമസഭ നമുക്കൊരു 100 മീറ്റർ ഓട്ട മത്സരത്തോട് ഉപമിക്കാം. കാരണം അത്രയ്ക്കുള്ളൊരു ഡിസ്റ്റൻസേ ഉള്ളൂ. വെറും 24 ദിവസം മാത്രമേ ഇനിയും ബാക്കിയുള്ളൂ. നല്ലൊരു ക്യാമ്പയിൻ നടത്തുവാനുള്ള സമയം പോലുമില്ല. അപ്രകാരം ഒരു സ്പ്രിന്റ് റേസിൽ ഏറ്റവും പ്രധാനം ആ തുടക്കത്തിലെ കുതിപ്പാണ്. ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ BJPക്കും ആ തുടക്കത്തിൽ നല്ലൊരു കുതിപ്പ് നടത്തുവാൻ പറ്റി. അവർ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. ചുവരെഴുത്തും പോസ്റ്ററുകളും അവർ ഒട്ടിച്ചു കഴിഞ്ഞു. റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോഴും UDFൽ തമ്മിലടി കഴിഞ്ഞിട്ടില്ല. പ്രതിപക്ഷം അതല്ലെങ്കിൽ ശത്രുക്കൾ UDFനെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഇവന്മാർ തമ്മിലടിയാണ്, ഒരു ഏകീകരണവും അഭിപ്രായ സമീകരണവും ഇല്ല എന്നാണ്. അത് ശരിവെക്കുന്നതാണ് ഇപ്പോഴുള്ള ഈ കാര്യവും. ഇന്നിതാ 2 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. 2 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇവർക്ക് ഒരൊറ്റ സ്ഥാനാർത്ഥിയുടെ പേര് പോലും പറയുവാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ധാരാളം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മുതിർന്ന നേതാവായ K. സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെയേറെ ആശങ്കകളുണ്ട്. മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വാർത്ത അതാണ്. അതുപോലെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവർ കുറ്റകരമായ മൗനം പാലിക്കുന്നതും ജനങ്ങളെ വളരെയേറെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ വരുന്നതും മറ്റുള്ളവർ എൻഗേജ് ചെയ്യുന്നതും UDFുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ഇനി പ്രേക്ഷകർ കാണേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ വി.ഡി. സതീശനെ എന്തുകൊണ്ട് ഞങ്ങൾ ഇത്രയും വിമർശിക്കുന്നു? കാരണം ഇയാൾ വായെടുത്താൽ നുണയെ പറയൂ. ഇയാൾ പറയുന്നതിൽ യാതൊരു കഥയുമില്ല. ഇയാളെ നുണേശൻ എന്ന് വിളിക്കുന്നത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇയാൾ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വി.ഡി. സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് നടത്തിയ ആ തള്ള് ഒന്ന് കാണാം. ഇയാൾ ആണയിട്ട് പറയുന്നു, എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ്, യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ, യാതൊരു പ്രാഥമിക വിവരം പോലും ഇല്ലാതെ നിന്ന് ഇയാളന്ന് തള്ളിയതെന്ന് നമുക്ക് മനസ്സിലാകും ഇയാളുടെ ഈ വാക്കുകൾ കേട്ടാൽ. വി.ഡി. സതീശന്റെ ആ വാക്കുകൾ കേൾക്കുക. എല്ലാ പാർട്ടികൾക്കും ഒരു പ്രൊസീജിയറില്ലേ? ഇപ്പോൾ എന്നോട് ചോദിക്കും, എന്താ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ? CPM 8-ാം തീയതി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചില്ലല്ലോ. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. തെരഞ്ഞെടുപ്പിനൊരു അനിശ്ചിതത്വം വന്നു, അവരതുകൊണ്ടാണ് മാറ്റിവെച്ചത്.
അവരതുകൊണ്ടോ ഇല്ലെങ്കിൽ അവർക്ക് അനൗൺസ് ചെയ്യായിരുന്നു. ഞങ്ങൾക്കും തെരഞ്ഞെടുപ്പിൽ ഒരു അനിശ്ചിതത്വം വന്നില്ലെങ്കിൽ ഞങ്ങൾ ആദ്യഘട്ടം എപ്പോഴേ ഞങ്ങൾ തീരുമാനം ചോദിച്ചേക്കുമല്ലേ. ഞാൻ നിങ്ങളോട് എപ്പോഴേ പറഞ്ഞു 50 സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അപ്പം തന്നെ അന്നത്തെ ദിവസം അനൗൺസ് ചെയ്യാൻ പറ്റും. അന്നത്തെ ദിവസം പ്രഖ്യാപിക്കുന്ന ദിവസം ഞങ്ങൾക്ക് അനൗൺസ് ചെയ്യാൻ പറ്റും. മറ്റേത് വേണമെങ്കിൽ 24 മണിക്കൂറിനകം അടുത്ത ലിസ്റ്റും ഞങ്ങൾക്ക് അനൗൺസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് എല്ലാ ദിവസവും വന്ന് ചോദിക്കുകയാണ്. നിങ്ങളെ കുറച്ചുകൂടി റെഡി ആയിട്ടിരിക്കുക, കുറച്ചുകൂടി വിസ്മയങ്ങൾ കാണാൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമെന്ന് പറഞ്ഞ ആ വി ഡി സതീശൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് 24 മണിക്കൂറിനുള്ളിൽ എന്നാക്കി പറഞ്ഞു. അല്ല, ഞങ്ങൾ റെഡിയാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കും. ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറൊക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയം എന്താ സംശയം? സ്ഥാനാർത്ഥി ചർച്ച ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ അനിശ്ചിതത്വമാണ് എല്ലാവരും വൈകിക്കാൻ കാരണം. എല്ലാവരും പൂർത്തിയാക്കി വെച്ചിരിക്കുക. ഞങ്ങളും നാളെ ഡൽഹിയിലെത്തും. ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയം എന്താ? അല്ല, തെരഞ്ഞെടുപ്പ് ഈ ചൂടുകാലമാണ്. കൂടുതൽ നീണ്ടു നിൽക്കുന്നതിനേക്കാൾ നല്ലതാണ് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഭയങ്കര കനത്ത ചൂടാണ്. ഇപ്പം തന്നെ പുതിയുഗ യാത്ര നടക്കുമ്പോൾ തന്നെ 36 ഡിഗ്രിയാണ് ചൂട്. ഈ ചൂട് കൂടി കഴിഞ്ഞാൽ എല്ലാവരും പ്രയാസവും. കാരണം കടുത്ത ചൂടിലേക്കാണ് കേരളം പോകുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം ഞങ്ങൾ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കാറുണ്ട്. കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കും. എല്ലാ സീറ്റുകളും കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം അനൗൺസ് ചെയ്യാവുന്ന പാകത്തിലാണത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, UDFന്റെ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച 1 മണിക്കൂർ ഇരുന്നാൽ തീരുന്ന ചർച്ചയല്ലെന്ന് പറയും. ഇന്ന് നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ അരമണിക്കൂറാണ് ഇരുന്നത്. അരമണിക്കൂർ കൊണ്ട് ലീഗുമായിട്ടുള്ള എല്ലാ ചർച്ചകളും തീർന്നു. അത് ഞങ്ങൾ അത് അവരുമായിട്ട് ചർച്ച ചെയ്യും. ഇന്ന് രാത്രി ചർച്ച ചെയ്യും. അത് കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ചർച്ച തീരും. എന്താ സംശയം? ടീം UDFന്റെ ഈ ആശാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് പ്രഖ്യാപിച്ചത് നല്ലതാണ്, അത്രയേറെ ചൂടൊന്നും കൊള്ളണ്ടല്ലോ എന്നാണ് പുള്ളി പറയുന്നത്. എന്നാൽ KC വേണുഗോപാൽ ഈ ടീം UDFന്റെ വലിയ ആശാൻ പറയുന്നത്, അയ്യോ തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് വന്നത് ശരിയായില്ല, ഞങ്ങൾക്ക് പ്രിപ്പറേഷനുള്ള സമയമില്ല, കുറച്ചുകൂടെ സമയം വേണമായിരുന്നു എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. അത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാണാം. ഇനി ഇപ്രകാരമെല്ലാം പത്രമാധ്യമങ്ങളുടെ മുന്നിൽ 24 മണിക്കൂർ ഉടൻ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ഞായറാഴ്ച വിജ്ഞാപനം വന്നിട്ടും എന്തുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടികയായില്ല എന്ന് ചോദിച്ചപ്പോൾ ഈ നെട്ടൂർ കേക്കച്ചന്റെ ഈ വിസ്മയേശന്റെ കുരുപൊട്ടിയത് കാണുക. വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയണ്ട. നിങ്ങൾ തെറ്റായ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊന്നും അല്ല കാര്യം. നിങ്ങൾ വഷളായി. നിങ്ങളുടെ വിശ്വാസം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് കേട്ടിട്ടുണ്ട്. ഏതാണ്ട് അതുപോലെയല്ലേ ഇത്? കേക്കച്ചന്റെ ആ ബോഡി ലാംഗ്വേജ് ഒക്കെ കംപ്ലീറ്റ് മാറി ആൾ ആകെ കലിപ്പിലാണ്. ഇനി ഡൽഹിയിൽ പലവട്ടം മാരത്തോൺ ചർച്ചകൾ കഴിഞ്ഞിട്ടും ഒരു തീരുമാനവുമായില്ല. അവസാനം തീരുമാനമൊന്നുമാകാതെ പുറത്തിറങ്ങി വരുമ്പോൾ മാപ്രകൾ ക്യാമറയും തൂക്കി നിൽക്കുകയാണ്. മാധ്യമപ്രവർത്തകർ ചാടി വീണപ്പോൾ ഇനി KCയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കൺസിഡറബിൾ ആയിട്ടുള്ള സീറ്റുകൾ തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട്. അത് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒട്ടും വൈകാതെ എത്രയും പെട്ടെന്ന് നൽകാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഊഹം നടക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ സീറ്റുകളെ കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തുന്നത് പല വിശകലനങ്ങൾ നടത്തിയിട്ടാണ്. ഒരു 10 മണിക്കൂർ വൈകുന്നതല്ല പ്രശ്നം. എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പരമാവധി എല്ലാവരും കൂടി യോജിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ മനസ്സിലായിക്കോളും. അവരിപ്പോൾ ഒരു പുതുമ നിങ്ങൾ പറയണ്ട. അവരുടെ സിറ്റിംഗ് MLA-മാരെയാണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒരു ചേഞ്ചും ഇല്ല. നിലവിലുള്ള സർക്കാരിൻ്റെ ആൻറ്റി ഇൻകംബൻസി സർക്കാരിൻ്റെ പ്രതിഫലനമായിട്ട് അവരുടെ സിറ്റിംഗ് MLA-മാർ കണ്ടിന്യൂ ചെയ്യുന്നു. അതത്രയുള്ള പുതുമയൊന്നുമില്ല. ഞങ്ങളുടെ പുതുമുഖങ്ങളും ഒട്ടാകെ നല്ല ഫൈറ്റുള്ള ലിസ്റ്റായിരിക്കും. അതിന് സമയമെടുക്കും കുറച്ചൊക്കെ. അതൊക്കെ പാർട്ടി സ്റ്റേറ്റ് ലീഡേഴ്സ് പറയും. അതിനകത്തൊക്കെ സ്ട്രാറ്റജി ഉണ്ട്. പിന്നെ അത് എല്ലാ കാലത്തും ഞങ്ങൾ ഉള്ളതല്ലേ. യുവാക്കൊക്കെ റെപ്രസെന്റേഷൻ നല്ല എല്ലാവർക്കും പ്രാതിനിധ്യം പരമാവധി.
അതുകൊണ്ട് കേവലം മെച്ചപ്പെട്ട ഒരു ലിസ്റ്റ് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എംപിമാർ മത്സരിക്കുന്നതിൽ തീരുമാനം ആയിട്ടുണ്ട്. ആ തീരുമാനങ്ങളൊക്കെ വരും. ഞാൻ പറഞ്ഞല്ലോ, ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താണ് അതിന്റെ ശരിയായ ചിത്രം എന്നുള്ളത്. അല്ല, ലിസ്റ്റ് വരുമ്പോൾ എല്ലാത്തിലും ക്ലിയർ ആയിട്ട് ഉത്തരം കിട്ടും. ലിസ്റ്റ് വരുമ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടും. നിങ്ങൾക്ക് സൂചന കിട്ടുന്നത് എന്താണ്, എവിടെ നിന്നാണ് സോഴ്സ് എനിക്കറിയില്ല. എന്തെന്നാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, CPM-ന്റെ നിലപാടുകൾക്കെതിരായി ആ പാർട്ടിക്കകത്തുണ്ടാകുന്ന ഉരുൾപൊട്ടലുകളും ആഭ്യന്തര സംഘർഷങ്ങളുമാണ് ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത് ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല. സ്വന്തം പാർട്ടിയുടെ തെറ്റായ പോക്കിൽ മനം മടുത്തിട്ട് ആ പാർട്ടിയെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയാതെ പോകുമ്പോൾ പുറത്തു പോകേണ്ടി വരുന്ന ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. ഇത് കേരളത്തിലെ കൃത്യമായൊരു ചുവരെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെയും കൂടെ. അത് നിങ്ങൾ ഇതൊക്കെ ഡൈവേർട്ട് ചെയ്യാൻ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി ഇങ്ങനെയായോ അങ്ങനെയായോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള സംസാരിക്കേണ്ട വിഷയം. അതാണ് അതൊക്കെ നിങ്ങൾ അതൊക്കെ ഈ പറയുന്ന പോലെ എല്ലാം വിലയിരുത്തുന്നല്ലോ ജനങ്ങൾ. എന്താണ് അതിനകത്തൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ടും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ വേഗമല്ലല്ലോ വേണ്ടത്. ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരു സീറ്റ് മാത്രമാണ്. ഇത് പല സീറ്റുകളുള്ളതുകൊണ്ട് കോംപ്ലക്സിറ്റി ഉണ്ട്. മാത്രമല്ല, ഞങ്ങൾക്ക് ചില കാര്യങ്ങളിൽ കാത്തിരിപ്പ് വേണ്ടി വരും. അത് ആർക്കാ മനസ്സിലാവാത്തത്? ഇപ്പോഴും 3-4 സീറ്റുകൾ CPM ഒഴിച്ചിട്ടിരിക്കുകയാണല്ലോ അനൗൺസ് ചെയ്തപ്പോൾ. ഒഴിച്ചിട്ടില്ലേ? അത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലേ. ഞങ്ങൾക്ക് അതിന് സ്വാതന്ത്ര്യം എന്താ? ഞങ്ങൾ വേഗം നോക്കിത്തരാം. വേഗം നോക്കുകയാണ്. ഞാൻ പറഞ്ഞു, CPM-ന്റെ ഒരു വലിയ തകർച്ചയുടെ വക്കീൽ അവർ നിൽക്കുകയാണ്. അവരുടെ നയങ്ങൾ മൂലമാണ്. ഞങ്ങൾക്ക് CPM പൊട്ടാകെ തകരണമെന്ന് ആഗ്രഹിച്ചവരല്ല ഞങ്ങൾ. അവരുടെ നയങ്ങൾ മൂലമാണ്. അത് കൃത്യമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിലൂടെ ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. ഞങ്ങൾ കൃത്യമായിട്ടും എല്ലാ സ്ഥാനാർത്ഥി പട്ടികയും ക്യാമ്പയിനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. സ്ഥാനാർത്ഥികളൊക്കെ പെട്ടെന്ന് ഇത് പൂർത്തീകരിച്ച് ഫീൽഡിലോട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇന്ന് മുഖ്യമന്ത്രി വേറൊരു കാര്യം പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ഒറീസയിൽ ഞങ്ങൾ 2-3 MLA-മാർ പിന്നെ മാറി വോട്ട് ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതായിട്ട് പറഞ്ഞു കേട്ടു. സ്വന്തം MLA BJP പോയിട്ട് മത്സരിക്കുകയാണ്. അത് ഒറീസയിലല്ല, കേരളത്തിൽ. ഇത്രയും കാലം MLA ആയി കൊണ്ടുവന്നത് ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി നിന്ന ആൾ ഇപ്പം BJP-യിലാണ്. അപ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം PMC-യിൽ എന്താ സംഭവിച്ചത്, പിന്നീട് വന്ന ഓരോ ഘടകങ്ങൾ ആരാണ്. ഈ ഇലക്ഷൻ ഡേറ്റുകൾ പോലും ഞങ്ങളിപ്പോൾ സംശയിക്കുന്നുണ്ട്. ഇലക്ഷൻ ഡേറ്റുകൾ പോലും രണ്ടുപേരും ഒന്നിച്ചുണ്ടാക്കിയ ഡിസൈനാണ് കേട്ടോ. സകല ഈർക്കലി മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. എന്നിട്ടും UDF-ന്, കേക്കച്ചന്റെ ഭാഷയെ പറഞ്ഞ ടീം UDF-ന് ഇതുവരെ ഒരു പുട്ടും സംഭവിച്ചില്ല. ഒരു സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കുവാൻ ഇവന്മാർക്ക് ഇതുവരെ സാധിച്ചില്ല എന്ന് മാത്രമല്ല, മുൻ KPCC പ്രസിഡന്റ് K. സുധാകരന്റെ ആ വിഷമം ഒന്ന് പരിഹരിക്കുവാൻ പോലും സാധിച്ചില്ല. ആ K. സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കണ്ണൂരിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. സകല കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പ്രവർത്തകരും വളരെയേറെ വിഷമത്തിലാണ്. അവർ യാതൊരു കാരണവശാലും ഇത്തവണ സുധാകരനെ ഒതുക്കിയ ഈ കേക്കച്ചൻ ഉണ്ടാക്കുവാൻ പറ്റാവുന്ന അവസ്ഥ ഉണ്ടാക്കത്തില്ല എന്ന ഒരു തീരുമാനത്തിലാണ് അവർ എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കേരളത്തിലുള്ള സകല ജനങ്ങളും ഇത് കാണണം. ഇവന്മാരുടെ വാക്കിനും പ്രവൃത്തിയും തമ്മിൽ യാതൊരു വിലയുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും സമയം കിട്ടിയിട്ടും, ഇത്രയും കൂടിയാലോചനകൾ നടത്തിയിട്ടും ഇവർക്ക് ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു കൺസെൻസിൽ എത്താൻ സാധിക്കുന്നില്ല. സമയബന്ധിതമായി അവർക്ക് നടപ്പിലാക്കുവാൻ സാധിക്കുന്നില്ല. ഇതുപോലെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കത്തില്ല എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കള്ളന്മാർക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ഈ ഏച്ചുകെട്ടി വെച്ചുകെട്ടി ഈ കുറുമുന്നണികളുമായി സംഘം ചേർന്ന് നിൽക്കുന്ന ഈ UDF-ന് എങ്ങനെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഈ പിണറായി വിജയൻ സംഘവും പ്രതിപക്ഷത്തെത്തിയാൽ
ഈ കേക്കച്ചൻ പ്രതിപക്ഷ നേതാവായിരുന്നത് പോലെയാവില്ല. ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ടാവും. ഇവന്മാരെ നീറ്റിലും നിലയ്ക്കിലും നിർത്തിയിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്രകാരമുള്ള വളരെ കോമ്പറ്റന്റായ ഒരു പ്രതിപക്ഷം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ ടീം ODF എങ്ങനെ മുന്നോട്ട് ഭരണചക്രം തിരിക്കുവാൻ സാധിക്കും? ഇവന്മാർ തമ്മിൽ ഒരാൾ തമ്മിൽ പോലും ഒരു അഭിപ്രായ ഐക്യമുണ്ടാവില്ല. ഇവർ തമ്മിൽ ഒരു ഏകീകരണം ഉണ്ടാവില്ല. തുടക്കത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഇവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇവർക്ക് ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? കേരളത്തെ കാത്തിരിക്കുന്ന വലിയ വെല്ലുവിളികൾ, കനത്ത സാമ്പത്തിക പ്രതിസന്ധികൾ ഇവിടെയുണ്ട്. ഇവന്മാർ നടത്തിയ തീവട്ടിക്കൊള്ളയുടെ ഭാഗമായി നടത്തിയ അതിൻ്റെ അനന്തരഫലങ്ങൾ, കിഫ്ബിയുടെ മറവിൽ നടത്തിയ ആയിരക്കണക്കിന് കോടിയുടെ തട്ടിപ്പുകൾ, പിൻവാതിൽ നിയമനങ്ങൾ, ഇവർ ചെയ്തു വച്ചേക്കുന്ന കാര്യങ്ങൾ ചില്ലറയൊന്നുമല്ല. ഇവരുണ്ടാക്കി ഈ പ്രതിസന്ധികളെ, ഇവർ കുത്തിയിട്ട് പോകുന്ന ആ വാരിക്കുഴികൾ താണ്ടി ഈ UDF മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ പിണറായി വിജയനും ടീമിനും കൊടുക്കാവുന്ന ഏറ്റവും നല്ല പണി എന്ന് പറയുന്നത് ഇവന്മാരെ തന്നെ അധികാരത്തിൽ എത്തിക്കുക എന്ന് വേണം പറയാം. പക്ഷേ എന്നെ ശ്രമിക്കുന്നവർ നല്ലൊരു ശതമാനം ആളുകളും അത് അംഗീകരിക്കുവാൻ സാധ്യതയില്ല. കാരണം നമ്മൾ അത്ര കണ്ട് വെറുത്ത് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ നാറി ഭരണത്തിൽ. പക്ഷേ അതിലും അപകടകരമാണ് ഈ VD സതീശനെയും സംഘത്തെയും അധികാരത്തിൽ കയറ്റിയാലെന്ന് ആരും മറക്കരുത്. ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് അഭിപ്രായം പറയുവാൻ കോട്ടും ഒക്കെ ഇട്ട് റെഡിയായി മാധ്യമങ്ങളുടെ മുന്നിലൂടെ കറങ്ങി നടന്ന പെണ്ണിത്താൻ്റെ അഭിപ്രായമാണ്. ആ മഞ്ചേരി പെണ്ണുകേസിലെ പ്രതിയുടെ അഭിപ്രായം കേട്ട ശേഷം മടങ്ങി വരാം. അല്ല, പ്രശ്നം പരിഹരിക്കാനാണല്ലോ സുധാകരനെ നേതൃത്വം പോയി കാണുന്നത്. സുധാകരന്റെ നിലപാടിൽ മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിനെ കണ്ട് കോൺഗ്രസ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പാർലമെന്റ് അംഗങ്ങൾ ആരും മത്സരിക്കേണ്ട എന്നൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനം മാറ്റാത്തിടത്തോളം കാലം ഏതെങ്കിലും ഒരാളെ മത്സരിപ്പിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ഹൈക്കമാൻഡേയും കേരളത്തിലെ പാർട്ടിയുടെയും നിലപാടുകൾ സുധാകരനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ തെരഞ്ഞെടുപ്പ് സമിതിയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് സുധാകരനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ വന്ന് കണ്ട് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അനുനയം നടന്നോ ഇല്ലയെന്നുള്ളത് സുധാകരനാണ് മറുപടി പറയേണ്ടത്. അതല്ല, സുധാകരൻ പറയുന്ന വാദമെന്ന് പറയുന്നത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അന്ന് തന്നെ സുധാകരന് കൊടുത്ത വാക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാമെന്നുള്ളത്. ആ വാക്ക് ഇപ്പോൾ നേതൃത്വം തെറ്റിച്ചു എന്നതാണ് സുധാകരൻ പറയുന്നത്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു അറിവുമില്ല. ആരാണ്? ഞാനൊരിക്കലും ശ്രമിച്ചിട്ടില്ല. എന്റെ പണിയല്ലല്ലോ ഇത്. പാർട്ടിക്കകത്ത് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വം അല്ലാതെ ഏൽപ്പിക്കാത്ത ജോലി ചെയ്യേണ്ട ആളൊന്നും ഞാനല്ല. ഞാൻ ഒരിക്കലും അദ്ദേഹമായിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹമായിട്ട് തീർച്ചയായിട്ടും അതിനെന്താ? അല്ല, ഉത്തരവാദിത്വം എനിക്കല്ലല്ലോ. അദ്ദേഹം എന്നേക്കാൾ എത്രയോ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം കേരളത്തിലെ മന്ത്രിയായിരുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. കേവലം ഒരു MP മാത്രമായി ഞാനെങ്ങനെയാണ് അദ്ദേഹത്തെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും അദ്ദേഹത്തെ പാർട്ടിയെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാക്കുന്നുണ്ടോ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം, ഉത്തരം അറിയാവുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത്. അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ഉത്തരം നേരിട്ടറിയാവുന്ന ഒരു ചോദ്യം എന്നോട് ചോദിച്ച് എന്റെ വായിന്ന് ഉത്തരം പറയിപ്പിച്ചിരുന്ന കാര്യം. ഇതിന്റെ ഉത്തരം എന്താണെന്ന് നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ whenever you ask a question, അപ്പൊ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാൻ പിന്നെ ഞാൻ ചോദ്യം ചോദിക്കുന്നത്. പ്രവർത്തകർക്കിടയിൽ സുധാകരൻ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് രമേശ് ചെന്നിത്തല ഇപ്പൊ പറഞ്ഞു. അപ്പൊ പ്രവർത്തകരുടെ ആഗ്രഹം അത് നടപ്പിലാക്കേണ്ടതല്ലേ പാർട്ടിയുടെ ഉത്തരവാദിത്തം? ഞാൻ അതിനെക്കുറിച്ചൊന്നും കമന്റ് ചെയ്യാനില്ല. സാർ, സുധാകരന്റെ കേഡർമാർ വിചാരിച്ചാൽ KPCC അധ്യക്ഷന് വരെ തോൽവി, അങ്ങനെയൊക്കെ ചർച്ചകളൊക്കെ സമൂഹ മാധ്യമങ്ങളല്ലല്ലോ കേരളത്തിലെ വോട്ടർമാരെന്ന് പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പൊ നമുക്കറിയാമല്ലോ ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പിൻബലയും പിന്തുണയും. അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. സമൂഹ മാധ്യമങ്ങളല്ല പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ജനങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും. പാർട്ടിക്ക് ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തോന്നുന്നുണ്ടോ? സുധാകരനുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിത്വ ചർച്ചകൾ പട്ടിക തന്നെ ആകെ കീറാമുട്ടിയായതാണ് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ പ്രതിപക്ഷ നേതാവ് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞാലും നോമിനേഷൻ കൊടുക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ വന്നല്ല പറ്റത്തുള്ളൂ.
അപ്പൊ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കും. അത്രയേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. സിസ്റ്റമാണോ അതല്ലെങ്കിൽ പല അധികാര കേന്ദ്രങ്ങളാണോ കോൺഗ്രസിന്റെ ശാപം? അതായത് BJP, CPM, CPI ഒക്കെ ബഹുദൂരം മുന്നിലല്ലേ ഈ പ്രചാരണ കാര്യങ്ങളിൽ? കോൺഗ്രസിൽ ആര് വരും അല്ലെങ്കിൽ പ്രവർത്തകർ എന്ത് ചെയ്യണമെന്ന് പോലും അവർക്ക് അറിയാത്തൊരു സാഹചര്യമല്ലേ? കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ജനസമൂഹവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ പൊതുജന വികാരത്തിനെതിരായി ഒരു കാര്യവും ഇപ്പോഴെനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് എല്ലാത്തിനെ കുറിച്ചും സ്വന്തമായ അഭിപ്രായമുണ്ട്, നിലപാടുണ്ട്. പക്ഷേ എൻ്റെ സ്വന്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ഞാൻ റിസർവ് ചെയ്യുന്നു. ഹൈക്കമാൻഡാണ് ഇനി തീരുമാനം എടുക്കേണ്ടത്. MP-മാർ മത്സരിക്കണം, ഒരാൾക്ക് മാത്രമായി ഇളവ് കൊടുക്കരുതെന്നാണോ രാജ്മോഹൻ ഉണ്ണിത്താന്റെ അഭിപ്രായം? അല്ല, ഞാൻ എത്രാമത്തെ പ്രാവശ്യം നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഞാനാണ് ആദ്യമേ പറഞ്ഞത്, ഒരു MP എന്ന് പറഞ്ഞാൽ 7 MLA-മാരുടെ നേതാവാണ്. ഒരു MLA-യിലേക്ക് ഒരു MP-യും ചുരുങ്ങാൻ തയ്യാറാകരുത്. രണ്ടാമത്തെ കാര്യം, ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മളെ MP ആക്കാൻ കഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരിൽ പലരുമാണ് ഇപ്പോൾ അസംബ്ലിയിൽ മത്സരിക്കുന്നത്. അവരെ വിജയിപ്പിച്ച് MLA-മാരാക്കുക എന്നുള്ള ദൗത്യം MP-മാരുടേതാണ്. അവരാ ദൗത്യം സ്തുത്യർഹമായി നിർവഹിക്കണമെന്ന് അഭിപ്രായക്കാരനായ ഒരു MP-യാണ് ഞാൻ. കെ സുധാകരൻ ഈ ആവശ്യം ഉന്നയിക്കുന്നതിൽ തെറ്റുണ്ട്. കാരണം മുൻപും പലതവണ ഇത്തരത്തിൽ MP-മാർ അവരുടെ സ്ഥാനം MP ആയിരിക്കുമ്പോൾ തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. അത് വടകരയിൽ നിന്ന് മുരളീധരൻ നേമത്ത് മത്സരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പാർട്ടിയിൽ മുമ്പും നടന്നിട്ടുണ്ട്. അപ്പോൾ സുധാകരൻ അത് തെറ്റ് പറയാൻ പറ്റും? മുമ്പിലത്തെ സാഹചര്യം അല്ലല്ലോ ഇപ്പോൾ ഉള്ള സാഹചര്യം. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പൊതുജന വികാരം UDF-ന് അനുകൂലമായി നിൽക്കുകയാണ്. അപ്പോൾ ആര് മത്സരിച്ചാലും ഇപ്പോൾ ജയിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, വ്യക്തികളുടെ സൗന്ദര്യം കണ്ടോ അവരുടെ പാരമ്പര്യം കണ്ടോ പൈതൃകം കണ്ടോ അല്ല ഇത്തവണ ജനങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ ആര് മത്സരിച്ചാലും ജയിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഇന്ന ആള് വേണമെന്ന് ആരും വാശി പിടിക്കേണ്ട കാര്യം. കഴിഞ്ഞ നിയമസഭാ തോൽവിക്ക് ശേഷം താങ്കൾ കാസർഗോഡ് വെച്ചൊരു വലിയ പ്രതികരണം നേതൃത്വത്തിനെതിരെ ഒന്നടങ്കം നടത്തുകയുണ്ട്. ഇത്തവണയും സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുമോ? എന്താണ് പ്രതികരണം? അതായത് നേതൃനിരയിലെ അനൈക്യമാണ്, അല്ലെങ്കിൽ നേതാക്കൾക്ക് പ്രവർത്തകർ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ല, ഇങ്ങനെയൊക്കെയായിരുന്നു താങ്കളുടെ അന്നത്തെ പ്രതികരണം. അന്നത്തെ പ്രതികരണം അന്നല്ലേ നടത്തിയത്. ഇന്നെനിക്ക് പറയാനുണ്ടെങ്കിൽ ആ പ്രതികരണം ആരെയും ഭയക്കേണ്ട കാര്യമില്ലല്ലോ. ഒറ്റ ചോദ്യം, ഇതുവരെ ഉണ്ടാക്കിയുള്ള ഓളം മുഴുവനും പോയ കണക്ക് ഒരു പ്രതീതി ഇപ്പൊ സൃഷ്ടിച്ച രീതിയിലാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത്. ഓളം എന്ന വാക്ക് തന്നെ കറക്റ്റാണ്. ഓളം ഇങ്ങനെ മാറിയും തിരിഞ്ഞു വരുമല്ലോ, മനസ്സിലായില്ലേ? ഓളം ഒരിക്കൽ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. അപ്പോൾ ഉണ്ടാക്കിയ മുൻതൂക്കം പൂർണ്ണമായും അതിന്റെ ശോഭ കെടുത്തുന്ന രീതിയിലല്ലേ ഇങ്ങനെ തിരക്കിട്ട ചർച്ചകളും? അതൊക്കെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ നേതാക്കന്മാർക്കിടയിൽ ഐക്യമില്ലാത്തതല്ലേ ഈ കാണുന്നത്? നോ കമന്റ്സ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.